ലോകചരിത്രത്തിലുടനീളം കോടിക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയായി വളർന്ന ഒരു അനാഥക്കുട്ടിയുടെ കഥയാണിത്. ഒരു സാധാരണ ഇടയനായി ജീവിതം തുടങ്ങിയയാൾ ലോകത്തെ തന്നെ മാറ്റിമറിച്ച പ്രസ്ഥാനത്തിന്റെ പ്രേരകനായി. സ്വഭാവത്തിലും രൂപത്തിലും വിശ്വാസത്തിലും പൂർണ്ണനായ അല്ലാഹുവിന്റെ ദൂതൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥ. അറേബ്യൻ ഉപദ്വീപിന്റെ ഹൃദയഭാഗമായ മക്കയിൽ AD 570 ലോകത്തെ മാറ്റിമറിച്ച ആ മഹാനായ പ്രവാചകൻ ജനിച്ചു. അന്നത്തെ ലോകം ഗോത്രയുദ്ധങ്ങളാലും വിഗ്രഹാരാധനയാലും നിറഞ്ഞ ക്രൂരമായ കാലമായിരുന്നു. ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട അബ്ദുല്ലയുടെയും ആമിനയുടെയും മകനായിരുന്നു പ്രവാചകൻ. ജനിക്കുന്നതിനു മുൻപേ പിതാവ് അന്തരിച്ചു. അതിനാൽ ആദ്യം മുത്തശ്ശനായ അബ്ദുൽ മുത്തലിബിന്റെയും പിന്നെ അമ്മയായ ആമിനയുടെയും സംരക്ഷണത്തിലാണ് പ്രവാചകൻ വളർന്നത്. ആമിനയും മുത്തശ്ശനും പ്രവാചകന്റെ സത്യസന്ധത, കരുണ, ബുദ്ധി എന്നിവ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ 6-ാം വയസ്സിൽ മാതാവും അന്തരിച്ചു. അതോടെ പ്രവാചകൻ അനാഥനായി. പിന്നീട് പിതാവിന്റെ സഹോദരനായ അബൂതാലിബ് അദ്ദേഹത്തെ തന്റെ മകനായി വളർത്തി. പ്രവാചകൻ ഇടയനായി ആടുകളെ മേയ്ക്കുകയും പിന്നീട് വ്യാപാരിയായി ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെ എല്ലാവരും വിശ്വസ്തൻ എന്നും സത്യസന്ധൻ എന്നും വിളിച്ചു. അബൂത്വാലിബിനൊപ്പം സിറിയയിലേക്കും മക്കയുടെയും മദീനയുടെയും പരിസര പ്രദേശങ്ങളിലേക്കും വ്യാപാരയാത്രകളിൽ പ്രവാചകൻ പങ്കെടുത്തു. വ്യാപാരമില്ലാത്ത സമയങ്ങളിൽ ഇടയനായി മക്കയിലെ ആളുകളുടെ ആടുകളെ മേച്ചു. ആ മരുഭൂമിയുടെ ശാന്തതയിലും ഏകാന്തതയിലും ആഴമായ ചിന്തകളും ധ്യാനങ്ങളും നടത്തി. ഇതുപോലെ ഒരു വ്യാപാരയാത്രയിൽ ഖുറൈഷ് ഗോത്രത്തിലെ സമ്പന്നയായ വിധവയായ ഖദീജ അദ്ദേഹത്തെ ജോലിയേൽപ്പിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിനയവും ശീലങ്ങളും കണ്ട ഖദീജ ആഴത്തിൽ ആകർഷിതയായി. ആദരവും സ്നേഹവും നിറഞ്ഞ അവൾ തന്റെ സുഹൃത്തായ നഫീസയിലൂടെ വിവാഹ നിർദ്ദേശം നൽകി. അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സും ഖദീജയ്ക്ക് 40 വയസ്സുമായിരുന്നു. അവരുടെ വിവാഹം സ്നേഹത്തിന്റെയും കരുണയുടെയും സൗഹൃദത്തിന്റെയും അടയാളമായി. മുഹമ്മദ് നബി മക്കയ്ക്കടുത്തുള്ള മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിറാ ഗുഹയിലേക്ക് പതിവായി പോകാറുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഏകാന്തമായി ധ്യാനിക്കാനും ലോകത്തിന്റെ അർത്ഥമാലോചിക്കാനും ആത്മീയ സത്യങ്ങൾ തേടാനും ഇഷ്ടപ്പെട്ടു. ധനം, അധികാരം, ഇതിലുപരി ജീവിതത്തിൽ മറ്റെന്തോ മഹത്തായ അർത്ഥമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. ഗുഹയിലേക്കുള്ള ഈ ദീർഘധ്യാന യാത്രകളിൽ പോലും ഖദീജയുടെ സ്നേഹവും ബഹുമാനവും ഒരിക്കലും കുറയാതെ നിന്നു. മറിച്ച് ദിവസങ്ങൾ കടന്നുപോകുന്തോറും അത് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ പ്രവാചകന്റെ 36-ാം വയസ്സിൽ ഒരു രാത്രി ഹിറാ ഗുഹയിൽ ധ്യാനിക്കുമ്പോൾ ഒരാശ്ചര്യകരമായ ശബ്ദം കേട്ടു. അതൊരു മനുഷ്യ ശബ്ദമല്ലായിരുന്നു, എന്നാൽ ഭയപ്പെടുത്തുന്നതുമല്ല. ആ ശബ്ദം പറഞ്ഞു, "വായിക്കൂ." നബി മറുപടി നൽകി, "എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാനൊരു വായനക്കാരനല്ല." വീണ്ടും ആ ശബ്ദം പറഞ്ഞു, "വായിക്കൂ." അദ്ദേഹം വീണ്ടും പറഞ്ഞു, "എനിക്ക് വായിക്കാൻ അറിയില്ല." 3-ാം തവണയും ശബ്ദം പറഞ്ഞു, "വായിക്കൂ." അദ്ദേഹം വീണ്ടും അതേ മറുപടി നൽകി. ആ ശബ്ദം പറഞ്ഞു, "നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. നിന്റെ രക്ഷിതാവ് ഏറ്റവും കരുണവാനാണ്. അവൻ പേന ഉപയോഗിച്ച് മനുഷ്യനെ പഠിപ്പിച്ചു. മനുഷ്യനറിയാത്തതിനെ അവൻ പഠിപ്പിച്ചു." ആ അത്ഭുതാനുഭവം കഴിഞ്ഞപ്പോൾ നബി ഭയത്തിലും വിറയലിലുമായി ഗുഹയിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്കോടി. അവിടെ എത്തി ഖദീജയെ കണ്ടു പറഞ്ഞു. ഖദീജ ഉടൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഭയത്തിലും വിറയലിലുമായ അവസ്ഥയിൽ പോലും അവൾ അദ്ദേഹത്തെ ഒരിക്കലും സംശയിച്ചില്ല. അവൾ പറഞ്ഞു, "അല്ലാഹു നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ നല്ലവനാണ്, ദരിദ്രരെ സഹായിക്കുന്നവനാണ്, സത്യസന്ധനാണ്, ബന്ധുക്കളെ കാണുന്നവനാണ്." ഇതാണ് ആദ്യ വെളിപാട്. ഇതിലൂടെ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ദൂതനായി തിരഞ്ഞെടുത്തു. ആദ്യകാല വെളിപാടുകളിൽ അല്ലാഹുവിന്റെ ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകവിശ്വാസം, നന്മയും നീതിയും, വിഗ്രഹാരാധനയുടെ നിരാകരണം എന്നിവയെല്ലാം കുറിച്ചായിരുന്നു സന്ദേശം. പ്രധാന സന്ദേശം വളരെ ലളിതമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടേണ്ട മറ്റൊരു ദൈവമില്ല. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഇതാണ് ലോകത്തെ മാറ്റിമറിച്ച ആ വിശ്വാസത്തിന്റെ തുടക്കം. മക്ക നഗരം അന്ന് അറേബ്യയുടെ കേന്ദ്രമായിരുന്നു. അവിടെ അനേകം ഗോത്രങ്ങളും ഓരോ ഗോത്രത്തിനും അവരുടെ വിഗ്രഹങ്ങളും ദേവതകളും ഉണ്ടായിരുന്നു. കാബയിൽ 100-ലധികം വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നു. വിഗ്രഹാരാധനയും അതുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപാരങ്ങളും പണമിടപാടുകളും അവിടെ നടക്കുമായിരുന്നു. പ്രവാചകന് തന്റെ സന്ദേശം പൊതുവിൽ പറയാൻ അല്ലാഹുവിൽ നിന്ന് അനുവാദം ലഭിച്ചപ്പോൾ മക്കയിലെ അധികാരികൾ ഭയന്നു. കാരണം ഈ സന്ദേശം വ്യക്തമായിരുന്നു. ഒരു ദൈവം മാത്രമേയുള്ളൂ, അതായത് മറ്റെല്ലാ വിഗ്രഹങ്ങളും വ്യാജമാണെന്നർത്ഥം. ഇതു പറഞ്ഞാൽ വിഗ്രഹാരാധനയും അതുമായി ബന്ധപ്പെട്ട പണവും അധികാരവുമെല്ലാം ഇല്ലാതാകും.
അതുകൊണ്ട് മക്കയിലെ നേതാക്കൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ ഭീഷണിയായി തോന്നി. അവർ ആ സന്ദേശം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആദ്യകാല വിശ്വാസികൾ വളരെ കുറച്ചു പേരായിരുന്നു. എന്നാൽ അവർക്കെതിരെ അതിക്രമങ്ങൾ കഠിനമായി. ചിലരെ അടിച്ചും പീഡിപ്പിച്ചും ചിലരെ കൊല്ലുകയും വരെ ചെയ്തു. പ്രവാചകൻ സ്വയം ബനു ഹാഷിം ഗോത്രത്തിലെ അംഗമായതിനാൽ അദ്ദേഹത്തിന് ഒരു പരിധിവരെ സംരക്ഷണമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പിതൃസഹോദരൻ അബൂത്വാലിബ് കാരണം. എങ്കിലും അദ്ദേഹം നിരന്തരം അപമാനങ്ങൾ, പരിഹാസങ്ങൾ, കല്ലെറിയലുകൾ, സാമൂഹിക ബഹിഷ്കരണം എന്നിവ അനുഭവിച്ചു. ഈ പീഡനം ഏകദേശം 13 വർഷം നീണ്ടുനിന്നു. ഓരോ ദിവസവും പുതുതായി കഷ്ടതകളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നു. AD 619 ഈ കാലഘട്ടം പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടമായി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ അന്തരിച്ചു. അവൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസവും സ്നേഹവും നൽകിയ വലിയ പിന്തുണയായിരുന്നു. അതേ വർഷം തന്നെ അബൂത്വാലിബും മരിച്ചു. ഇരുവരുടെയും നഷ്ടം പ്രവാചകനെ അതീവ ദുഃഖത്തിലാക്കി. എന്നാൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിശ്വാസം കൂടുതൽ ഉറപ്പിച്ചു. അദ്ദേഹം മനസ്സിലാക്കി, അല്ലാഹുവിന് മാത്രമേ അവനെ സംരക്ഷിക്കാനാകൂ. മക്കയിലെ പീഡനം കൂടിയപ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളെ മറ്റിടങ്ങളിലേക്ക് പോകാൻ ഉപദേശിച്ചു. മക്കക്കാർ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഗൂഢാലോചന ആസൂത്രണം ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയ നബി അല്ലാഹുവിന്റെ അനുമതിയോടെ യത്രിബ് എന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ആ നഗരം മദീന എന്ന പേരിൽ അറിയപ്പെട്ടു. മദീനയിലെ ജനങ്ങൾ പ്രവാചകനെക്കുറിച്ച് കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധത, സ്വഭാവം, ധാർമ്മികത എന്നിവയിൽ അവർ ആകർഷിതരായിരുന്നു. അവർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. മക്കയിലെ അക്രമകാരികൾ ഉറങ്ങിക്കിടന്ന പ്രവാചകനെ കൊല്ലാനെത്തിയപ്പോൾ അദ്ദേഹത്തിന് പകരം സഹോദരപുത്രൻ അലി ഇബ്നു അബൂത്വാലിബാണ് പ്രവാചകന്റെ കിടക്കയിൽ കിടന്നിരുന്നത്. അവർ അലിയെ ഒന്നും ചെയ്തില്ല. അങ്ങനെ പ്രവാചകൻ രഹസ്യമായി മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവ്. ഇസ്ലാമിക കലണ്ടറിന്റെ ആദ്യ വർഷം ഇതാണ്. ഇത് ഹിജ്റ എന്നറിയപ്പെട്ടു. മദീനയിലെത്തിയ ശേഷം പ്രവാചകൻ അവിടത്തെ മുസ്ലിംകളെയും അന്യമതക്കാരുമായ ആളുകളെയും തമ്മിൽ കൂട്ടിച്ചേർത്തു. എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹ ഉടമ്പടി രൂപപ്പെടുത്തി. മദീനയിലെ മുസ്ലിംകൾക്ക് 2 വിഭാഗങ്ങളുണ്ടായിരുന്നു: മുഹാജിറൂൻ, മക്കയിൽ നിന്ന് വന്നവർ; അൻസാർ, മദീനയിലെ സഹായികളായ മുസ്ലിംകൾ. മദീനയിൽ സുരക്ഷിതമായി കഴിഞ്ഞെങ്കിലും മക്കയിലെ നേതാക്കൾക്ക് ഇതൊന്നും സഹിച്ചില്ല. അവർ മുസ്ലിംകളെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനിടെ പ്രവാചകൻ മക്കക്കാരുടെ വ്യാപാര കാരവാനുകളെ തടഞ്ഞു. കാരണം അവർ മുമ്പ് മുസ്ലിംകളുടെ സ്വത്ത് കവർന്നിരുന്നു. ഇതിൽ നിന്നാണ് ആദ്യ വലിയ യുദ്ധമായ ബദർ യുദ്ധമുണ്ടായത്. മുസ്ലിംകൾ എണ്ണം കുറവായിരുന്നുവെങ്കിലും അല്ലാഹുവിന്റെ സഹായത്താൽ അവർക്ക് വലിയ വിജയം ലഭിച്ചു. ഇത് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി. അടുത്ത വർഷം ഉഹദ് യുദ്ധം നടന്നു. തുടക്കത്തിൽ മുസ്ലിംകൾക്ക് മേൽക്കൈയുണ്ടായിരുന്നു. പക്ഷെ ചില അമ്പെയ്ത്തുകാരുടെ പിഴവുമൂലം സ്ഥിതി മാറി. അല്ലാഹുവിന്റെയും ചുറ്റുമുള്ള നിർഭയരും ധീരരുമായ കൂട്ടാളികളുടെയും സഹായത്താൽ പ്രവാചകൻ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ യുദ്ധം മുസ്ലിംകൾക്ക് ക്ഷമയും സ്ഥിരതയും പഠിപ്പിച്ചു. തുടർന്ന് AD 627 ഖന്തക് യുദ്ധമുണ്ടായി. മദീനയെ ചുറ്റി നിരവധി ഗോത്രങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ വന്നപ്പോൾ പ്രവാചകൻ നയിച്ച മുസ്ലിംകൾ ഒരു വലിയ കുഴി കുഴിച്ചു. അതിലൂടെ നഗരം സംരക്ഷിച്ചു. ഇത് ബുദ്ധിയുടെയും ഐക്യത്തിന്റെയും ഉദാഹരണമായി. AD 628 പ്രവാചകൻ സഹചാരികളോടൊപ്പം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പുറപ്പെട്ടു. പക്ഷേ മക്കക്കാർ അവരെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല. ഇരുവരും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ടായി. ഇതാണ് ഹുദൈബിയ ഉടമ്പടി. ഇത് ആദ്യം നോക്കുമ്പോൾ മുസ്ലിംകൾക്ക് അനുകൂലമല്ലാത്തതുപോലെയായി തോന്നി. പക്ഷേ പ്രവാചകൻ അതിൽ ധൈര്യവും ക്ഷമയും കാണിച്ചു. ആ സമാധാനകാലത്ത് നിരവധി ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടും പഠിച്ചും മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം ശാന്തമായ വഴികളിലൂടെ വേഗത്തിൽ പരന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ മക്കക്കാർ ഉടമ്പടി ലംഘിച്ചു. അതോടെ പ്രവാചകൻ തന്റെ മുസ്ലിം സഹചാരികളോടൊപ്പം മക്കയിലേക്ക് നീങ്ങി. AD 629 മക്കയെ അദ്ദേഹം സമാധാനത്തോടെ കീഴടക്കി. ഒരു തുള്ളി രക്തം പോലും ചൊരിയാതെ നഗരം അദ്ദേഹത്തിന്റെ കീഴിലായി. നബി മക്കയിൽ പ്രവേശിക്കുമ്പോൾ തലകുനിച്ചു വിനയത്തോടെ അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചു. അദ്ദേഹം ശത്രുക്കളോട് ദേഷ്യപ്പെട്ടില്ല, മറിച്ച് ക്ഷമ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. മുമ്പ് നബിയെ ഉപദ്രവിച്ചവർ പോലും പലരും ആ വാക്കുകൾ കേട്ട് ഇസ്ലാമിലേക്ക് മടങ്ങി. മക്കയുടെ വിജയത്തിനു ശേഷം അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ ഒത്തുചേർന്നു. AD 631 പല ഗോത്രങ്ങളും മദീനയിലേക്ക് വന്നു. പ്രവാചകനോടുള്ള നിസ്സാരതയും വിശ്വാസവും പ്രകടിപ്പിച്ചു. ചിലർ ഇസ്ലാം സ്വീകരിക്കുകയും ചിലർ സമാധാന ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. AD 632 പ്രവാചകൻ തന്റെ അവസാന ഹജ്ജ് നിർവഹിച്ചു. ഇത് വിടവാങ്ങൽ ഹജ്ജ് എന്നറിയപ്പെടുന്നു. അവിടെ അറഫാത്ത് മലയിൽ അദ്ദേഹം തന്റെ പ്രസിദ്ധമായ അവസാന പ്രസംഗം നടത്തി. ഹജ്ജിനു കുറച്ച് മാസങ്ങൾക്കുശേഷം പ്രവാചകന്റെ ആരോഗ്യം ദുർബലമായി.
അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നാമവും അധരങ്ങളിൽ സ്മരണയും നിറഞ്ഞിരുന്നു. ഒരു അനാഥ ബാലൻ ലോകത്തിലെ ആളുകൾക്ക് വഴികാട്ടിയായ ദൂതനായി മാറി. ഒരു സാധാരണ ഇടയൻ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ദൈവദൂതനായി. സ്വഭാവത്തിലും വിശ്വാസത്തിലും ദയയിലും പൂർണ്ണനായ ഒരാൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരുടെ സ്വഭാവം പൂർണ്ണമാക്കാനും ദൈവത്തിന്റെ സന്ദേശം ലോകമൊട്ടാകെ എത്തിക്കാനും അയച്ചയാൾ. ഇത് വെറും ഒരു ചരിത്രമല്ല, വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും സത്യസന്ധതയുടെയും ഉദാഹരണമാണ്. എങ്ങനെ ഒരു അനാഥക്കുട്ടി ലോകത്തെ തന്നെ പ്രകാശിപ്പിച്ച ഒരു ദീപമായി മാറിയെന്നതിന്റെ കഥ.